ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ആൻഡ് ഈ വീഡിയോ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റണ്ട് വീക്ക് സ്പെഷ്യലാണ്. അതായത് നമ്മുടെ കാർസ്, ബസ്, ബൈക്സ് അങ്ങനെ ഗെയിംസ് എല്ലാം വരുന്നതായിരിക്കും. അതായത് സ്റ്റണ്ടിങ് ഗെയിംസൊക്കെ വരുന്നതായിരിക്കും ഈ ഒരു വീക്ക്. അപ്പം നിങ്ങളെല്ലാവരും അടിച്ചു പിടിക്കാം. ആൻഡ് നമ്മളുടെ കയ്യിൽ കുറേ വണ്ടികളുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിയതാണ്. ആൻഡ് അതുകൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് എടുത്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആൻഡ് നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടിക്ക് വലിയ ഇതില്ലെങ്കിലും എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ആൻഡ് നമ്മൾ സിംഗിൾ പ്ലെയറിൽ എന്നിട്ട് മൗണ്ടെയിൻ എടുക്കാം. അത്യാവശ്യം ഒരു വൈബ് സ്ഥലമാണ്. ആൻഡ് അതെടുക്കാം. പിന്നെ അറസ് പ്രൈമും ഗിയർ ഗ്രാഡേഴ്സിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവരുടെ ചാനലിൻ്റെ ലിങ്ക് താഴെ കിടക്കുന്നുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പം അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് സ്പീഡ് വലുതായിട്ടില്ലെങ്കിലേ നമുക്കിത് ഓടിക്കാനൊരു രസം. എന്താ പറയുക, ഓടിക്കാനൊരു പ്രത്യേക രസം എനിക്ക്. ഇത് 200 പോയുണ്ട്, ഐ തിങ്ക്. 200 കയറിയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, 200 കയറിയുണ്ട് ഈ വണ്ടി. എനിക്ക് വളം അങ്ങോട്ട് കിട്ടൂല. വളയ്ക്കാൻ പെട്ടെന്ന് ഇങ്ങനത്തെ വളം കേട്ടോ, അല്ലാണ്ട് സാധാ മോഡൽ വളവ് വലിയ സീനൊന്നുമില്ല. ആൻഡ് ഇനി നമ്മൾ ഗിയർ ഗ്രാഡേഴ്സ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫ്രീ ഉള്ളപ്പോൾ നോക്കിയിട്ട് ശനിയാഴ്ച നോക്കാം. ശനിയാഴ്ച നോക്കിയിട്ട് വിടാം ഗൈസ്. അവൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെ മൾട്ടിപ്ലെയർ വിത്ത് ഗിയർ ഗ്രാഡേഴ്സിൻ്റെ ആയിരുന്നു. അത് ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പം അവൻ്റെ കൂടെ ഒന്ന് കളിച്ചാണ് ഗൈസ്. അവനാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് ഇതുമായിരിക്കും. ഓക്കെ, എൻ്റെ let's go. വണ്ടി ഇടിച്ചിരിക്കുന്നു. അയ്യോ, കെട്ടി വലിക്കാനൊക്കെ പറ്റൂ. അത് നമ്മുടെ ഇവിടെ ആയിട്ട് ഒരു വണ്ടി ഇതായി കിടക്കുന്നു. ഓ മൈ ഗോഡ്, ലോറി. എൻ്റെ അങ്ങനെ കമ്പിയൊക്കെ വളച്ചിരിക്കുന്നു. കമ്പി ലോറി ഉള്ളിപ്പോ. പക്ഷേ ലോറിക്കൊന്നും പറ്റിയിട്ടില്ല. വാവ്, സോ ഗുഡ് ഗെയിം ഫിസിക്സ്. ദറ്റ് ഈസ് ദിസ് ഗെയിംസ് ഫിസിക്സ്. അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് നേരിടാം. എങ്ങനെയുണ്ട് പിള്ളേടില്ലേ? അതിന് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒന്ന് കർണാടകയിലേക്ക് പോകും. അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഇരുന്നാണ്. ഓക്കെ, ഞാൻ കർണാടക പോകുന്നതുകൊണ്ടേ സ്കൂളിലേക്ക് പോയില്ല. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ പോവും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നേരെ പെട്ടെന്ന് ഇതെന്തോ പോലീസോ കുറെ കില്ലാടി സാധനങ്ങളുണ്ടല്ലോ. ഇതിപ്പോ എങ്ങോട്ടേക്കൊരു മാപ്പം പിടിക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങോട്ടേക്ക് പിടിക്കുന്നതായിരിക്കും നല്ലത്. അത് അറിഞ്ഞൂടാ, നോക്കാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ റൈഡ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഇതേ റോങ് സൈഡായിരുന്നു. അല്ലാണെങ്കിലും നില കടന്നാൽ നല്ല ഓഫ് റോഡ്. ഇത് കുഞ്ഞു വഴിയുണ്ട്. കുഞ്ഞിത്
ഒരു കാറിന് പോവാം. ഓക്കെ, ഏതാ വഴി എങ്ങനെയാ? പക്ഷേ ഇത് മെയിൻ റോഡിലേക്ക് കയറുന്ന വഴിയല്ലേ, വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും കയറാം. അങ്ങോട്ടേക്ക് പോകാൻ പറ്റും, നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ഐ തിങ്ക് ഷോർട്ടായിരിക്കും, കാരണം ഞാൻ പെട്ടെന്ന് പോകുന്നുണ്ടേ. ഐ തിങ്ക് ഷോർട്ടായിരിക്കും വീഡിയോ. ഐ തിങ്ക് അല്ല, ഷോർട്ടാണ്. ഓക്കെ, ഒരു 6-7 മിനിറ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പം ഈ സാധനത്തിലേക്ക് കയറി പോകണം. എന്തിനാ വെറുതെ? നമുക്ക് ഇവിടെ മൂലയിലോട്ടങ്ങ് ഇത് പൈസയോ? സെയിലാ? നമുക്കിവിടെ ചുമ്മാ നിർത്തിയിടാം. എന്നിട്ടില്ല, നമുക്ക് എങ്ങോട്ടേക്കാണെന്ന് പോവാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് പരാതി ലോങ് ഓടിച്ചാലോ? നമുക്ക് എയർപോർട്ടിലേക്ക് അങ്ങ് പോവാം. ഇവിടെ ആയിട്ട് എയർപോർട്ടുണ്ട്, സെറ്റ്. നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് 2 വരിപ്പാതയാക്കിക്കൂടെ അവർക്ക്? വണ്ടി എങ്ങനെ കയറി വന്നാലെങ്കിൽ പൊട്ടിച്ച് ഒന്നുമല്ല. അയ്യോ, ഇതെങ്ങോട്ടാ? കുഞ്ഞു വഴി, ഈ കുഞ്ഞു വഴി ഇഷ്ടമാണ് പൈസ. ഓക്കെ, അയ്യോ, എനിക്ക് ഈ കുഞ്ഞു വഴി കൂടെ കയറുമ്പോൾ എന്നിട്ട് നമുക്ക് എയർപോർട്ട് കേട്ടോ. പിന്നെ കുഞ്ഞു വഴി വരട്ടെ, വരട്ടെ, കുഞ്ഞു വഴി വരട്ടെ. വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. ഇതെന്തൊരു ക്യാമ്പിങ് സ്പോട്ടോ? ആനാണ് തോന്നുന്നു. എങ്ങോട്ടേക്കാ? വീണോ? ശരി, മാപ്പിൽ വീണോ? അത് മല കയറാൻ പറ്റും നോക്കിയാലോ. ആ വണ്ടി പരിവായി, വണ്ടി വെട്ടിപ്പാളിസായി. ഈ പാട്ടുണ്ടിയോ? അതൊന്നും കയറാൻ പറ്റില്ല. കയറിയാലോ, അതൊരു പണി ചെയ്യാം. പക്ഷേ മതി. എന്നിട്ട് ഒരു തെറ്റ്. അപ്പാ, അയ്യോ താഴെ ഇത് കുടുങ്ങി. ആകില്ലേ? നമുക്കിനി തിരിച്ചു പോവാം. ഇങ്ങോട്ടേക്ക് വരാമല്ലേ? ബ്രേക്കും അതിൻ്റെ കൂടെ പടം. അത് ടയർ ഇടന്നു. വാ, നമ്മുടെ വണ്ടി എങ്ങനെ കുടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ വണ്ടിക്ക് 250 എത്രയോ ഹോഴ്സ് പവർ ഉണ്ട്. അത് കൂടാതെ എൻ്റെ ഒരു വണ്ടി ഉണ്ട് വേറെ, ഇതിന് 310 ഹോഴ്സ് പവർ. ഈ സാധനത്തിന്
ക്യാരേജ് അല്ല, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ 10 ആയി. ഞാൻ ചോദിച്ചോട്ടെ പോകുന്നുണ്ടോന്ന്. ഓക്കെ സെറ്റ്. നമുക്കില്ലേ ഇനി മൗണ്ടെയിന് വേണ്ട, ഡെസേർട്ട് കുടിക്കാം. ഡെസേർട്ട് എന്നിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ ഡെസേർട്ടിൽ ചെല്ലുക, ടെസ്റ്റ് ചെയ്യുക, പൊളിക്കുക. ഓക്കെ, ജസ്റ്റ് get into the desert. Yeah boy, come on ഡെസേർട്ട് വരട്ടെ. ഓക്കെ, അതിൻ്റെ നമ്മുടെ ടാർഗറ്റ് 600 ആണ്. നമുക്കിനി വെറും 80 സബ്സ്ക്രൈബേഴ്സ് കൂടി മതി 600 ആവാൻ. അയ്യോ, അതുകൊണ്ട് നിങ്ങൾ അടിച്ചു പൊട്ടിക്കുക. നമ്മൾ ഒരു ദിവസം കൊണ്ട് 260 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതാണ്. നിങ്ങൾക്ക് 80 പുഷ്പമാണ് ഗൈസ്, പുഷ്പം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ഫസ്റ്റ് പേഴ്സൺ ആണ് ഇപ്പോൾ കേട്ടോ ഈ ഒരു എഞ്ചിനോ. അത് ശരി, അതെപ്പോഴും എഞ്ചിൻ ഓഫായ. ഈ വണ്ടിയുടെ സൗണ്ട് എനിക്കിഷ്ടം. ഒരുമാതിരി സൗണ്ട്, ഒരു പണ്ടത്തെ യമഹയുടെ സൗണ്ട് പോലെ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കയറി പോവുക. അതന്നെ. അയ്യോ, ഫുൾ ടൈം കയറി പോവാൻ നോക്കരുത്, പണി പോലെ. ബസ്സുണ്ടോ ഇതില്? ശരി, ബസ്സൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ബസ് വാങ്ങാൻ പറ്റുമോ? ബസ്സിന് കുറഞ്ഞ വിലയാന്ന് തോന്നുന്നു എനിക്ക്. ഇതെന്തിനാ എഞ്ചിൻ ഡാമേജ്? ഇത് ബോട്ടോ? എഞ്ചിൻ ഡാമേജ് ആയി ഇങ്ങനെയാണ്? അയ്യോ, ടോള് വെട്ടിച്ചാൽ മതിയായിരുന്നടാ. ഓട്ടോക്കാരൻ കാണിച്ചു. ഞാൻ എപ്പോഴും ടോള് കണ്ടാ വെട്ടിക്കാറാ പതിവ്. മിക്സിയോ? അയ്യേ, എനിക്ക് തോന്നുന്നു എൻജിൻ ഡാമേജ് ആയതുകൊണ്ടാണോ എന്ന് പറഞ്ഞത്. ഇതാണോ ഡെസേർട്ട്? ഇതിനൊക്കെ ഡെസേർട്ട് എന്ന് പറയാൻ പറ്റും. ഇത് ഡെസേർട്ടിൻ്റെ ഒരു അംശം പോലും ഇല്ല ഇവിടെ. ഇത് ഈസി ആയിട്ട് വെട്ടിക്കാം. എങ്ങനെയാണെന്ന് നേരെ പിടിച്ചാലൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങ് കയറുന്നു. പിന്നെ അല്ലേ ടോള് വെട്ടിക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളധികം കൂടെ ഞാൻ അങ്ങനെ ചെയ്യാറ്. അതും പറഞ്ഞ ഇതിലെ ടോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മടിയാണ് പൈസ കൊടുക്കാൻ. വെറുതെ കളയാനായിട്ട്. ടോളൊക്കെ നല്ലതാണ്, പക്ഷെ എനിക്ക് കൊള്ളില്ല. അയ്യോ, ഗിഫ്റ്റ് ബോക്സ് എടുത്തില്ല. മൊത്തം 88 ഗിഫ്റ്റോ 98 എത്ര ഉണ്ടല്ലോ? എത്രയാടാ? 88. 8000 രൂപ കിട്ടി. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി ഏരിയ. ഒക്കെ നമ്മുടെ വണ്ടികൾ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. എന്നിട്ടേ കാര്യമുള്ളൂ. ഇത് നമ്മുടെ ഗിയർ ഗ്രാഡസിൻ്റെ കമൻറ്റ് ബോക്സിൽ അവന് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ലാണോ? അല്ല, അവൻ്റെ കമൻറ്റിലോ അങ്ങനെ എന്തോ ഗ്ലിച്ച് ഉണ്ടായി. പക്ഷെ അവൻ എൻ്റെയിലും കമൻറ്റ് ചെയ്യാൻ പറ്റും, ഇവൻ്റെയിലും പറ്റും, മറ്റേ റെസ്പ്രൈൻ്റെയിലും പറ്റും. എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ്റെ ഗ്ലിച്ച് എന്തുവാണ്. അവൻ്റെ ചാനലിലെ വീഡിയോസിലാണോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ? വേറെ ആരുടെയെങ്കിലും ആണോന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ മറ്റേ എൻ്റെ ചാനലിലൊക്കെ അവൻ ഇടുന്നുണ്ട് കമൻറ്റ്. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ, ഉറപ്പില്ല എന്താ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇതുണ്ട്. അവൻ ഇന്നാണ് വീട്ടിൽ ചെന്നപ്പം പറഞ്ഞായിരുന്നു ആ കാര്യം കമൻറ്റിൻ്റെ. എന്താ ഒരുമാതിരി കേടായ ബുള്ളറ്റ് വേണ പോലെ ഉണ്ട് മച്ചാനേ. ഒരു സൈഡ് വരുവാണ്, റോങ് സൈഡ് പോയി നിൽക്കാം. നമ്മൾ പ്രോ ഓവർടേക്ക് ചെയ്യാനാണോ നോക്കിയത്? ദൈവമേ
എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് നമ്മൾ റോഡ് ടു 600 സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അടിച്ചു പിടിക്കുക. അപ്പം നെക്സ്റ്റ് ഇടാം. അപ്പം ബൈ ബൈ. എൻ്റെ ബൈ ബൈ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഗിയർ ഗ്രൈഡേഴ്സിൻ്റെ അറസ്റ്റ് പറയുമ്പോൾ പിന്നെ എൻ്റെ ചാനൽ പിന്നെ എൻ്റെ ജീസ് എടുത്ത് പറയുന്ന ചാനൽ പോയി, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ. ആൻഡ് നമുക്ക് ഇനി വേറും 80 സബ്സ്ക്രൈബേഴ്സ് കൂടി മതി 600 ആക്കാൻ. അതുകൊണ്ട് എല്ലാവരും അടിച്ചു പിടിക്കുക. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നത് നിങ്ങൾ ചുമ്മാ ഒന്ന് ഞെക്കുക. ഒന്നൊരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാകും. മുകളിൽ ഒരു പൈസ ചിലവില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവരുടെ നെക്സ്റ്റ് വീഡിയോ. അപ്പം ബൈ ബൈ.